ഇതെൻ്റെ രണ്ടാമത്തെ റിനോവേഷൻ പ്രോസസ്സാണ് കേട്ടോ. ഈ ഡ്രസ്സാണ് ഞാൻ റിനോവേറ്റ് ചെയ്യുന്നത്. ഇതും ഒരു മെറ്റേണിറ്റി വെയർ ആയിരുന്നു. പക്ഷേ എന്ത് സംഭവം വെച്ചാൽ ഫ്രണ്ട് ഓപ്പൺ ആണ്. അപ്പോൾ എനിക്കത് അത്ര താല്പര്യമില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ ഫ്രണ്ടിൽ പിടിച്ച് വെച്ചേക്കണ പോലത്തെ ഒരു അപ്പിയറൻസ് ആയിരുന്നു. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ അതിങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ആ തലഭാഗം വെട്ടിക്കളഞ്ഞു. എന്നിട്ട് ആ അടിയിലത്തെ ഫ്രോക്ക് പോലെ ആ ഭാഗം മാത്രമേ എടുത്തു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ടോപ്പാണ് തയ്ക്കുന്നത്. ചെറിയൊരു സ്മോൾ കുർത്തിയല്ല, സ്മോൾ ടോപ്പ്, അത്രേ ഉള്ളൂ. അത് എനിക്ക് നേരത്തെ ആപ്റ്റായിട്ടുള്ളൊരു ടോപ്പ് എടുത്തിട്ട് അത് വെച്ചിട്ടാണ് ഞാൻ വെട്ടിയത്. ആ വെട്ടണത് അത് മാത്രം വീഡിയോ എടുത്തില്ല. അതാണ് കറക്റ്റായിട്ടുള്ളതൊന്നും ഞാൻ എടുക്കില്ല. അപ്പം ഇങ്ങനെയാണ് എൻ്റെ ആ ഒരു ടോപ്പിൻ്റെ സ്റ്റൈൽ കിട്ടുന്നത്. അപ്പം ഇത് ഞാൻ കൈയും കൂടെ വെട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ മുകളിലത്തെ ഭാഗത്ത് നിന്നാണ് കൈ എടുത്തത്, കൈ വെട്ടി വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ തയ്ക്കാൻ പോവാണ്. ഇത് ആദ്യം ഞാൻ കയ്യിൻ്റെ സൈഡാണ് മടക്കി അടിക്കാൻ പോണത്. അപ്പോൾ കയ്യിൻ്റെ സൈഡിൽ ഇതിനകത്ത് അധികം അങ്ങോട്ട് ഞാൻ എല്ലാം തയ്ക്കണ കാണിച്ചിട്ടുണ്ടോ എന്ന് നോക്കി എനിക്കറിയില്ല. ഇതിപ്പോൾ ഞാൻ കഴുത്താണ് വെട്ടണേ. കഴുത്തൊക്കെ ഇങ്ങനെ വെറുതെ ഉണ്ട് വെട്ടാറേ പതിവുള്ളൂ. എനിക്കങ്ങനെ ഈ കുറേ അളന്ന് പിടിച്ച് അങ്ങനെ വെട്ടണമെന്ന് എനിക്ക് താല്പര്യമില്ല. എന്നിട്ട് പിന്നെ ഞാൻ കഴുത്ത് മടക്കി അടിച്ചു. സാധാരണ നിങ്ങൾക്ക് നേരത്തെ എൻ്റെ തയ്യലിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ സാധാരണ മടക്കി ഉള്ളിലേക്ക് അടിക്കാറുള്ളൂ കഴുത്ത്. അങ്ങനെ കൂടുതൽ മേക്കപ്പൊന്നും ചെയ്യാറൊന്നുമില്ല. എന്നിട്ട് രണ്ട് സൈഡും കൂട്ടിയിടിക്കും, എന്നിട്ട് സൈഡും കൂടെ കൂട്ടിയിടിക്കും. അത്രയേ ഉള്ളൂ എൻ്റെ കുർത്തി. അപ്പോൾ ഇതിപ്പോൾ അതേ രണ്ട് സൈഡും കൂട്ടിയിടിച്ചു. എന്നിട്ട് ഞാൻ കൈ അതിൻ്റെ ഒപ്പം സൈഡ് ജോയിൻ ചെയ്യാതെ തന്നെ ഞാൻ അപ്പുറം ഇപ്പുറം ഭാഗം ബാക്കും ഫ്രണ്ടിൽ നിന്നും ജോയിൻ ചെയ്യാതെ തന്നെ കൈഭാഗം ജോയിൻ ചെയ്ത് വെച്ചിട്ടാണ് അവിടെ നിന്ന് കൈയിൻ്റെ എന്നിട്ടാണ് ഞാൻ മടക്കിയിട്ട് സൈഡ് അടിക്കുന്നത്. ഇപ്പം ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പം കഴുത്തിൻ്റെ കൈയിൻ്റെ അവിടെ നിന്ന് ഞാൻ അടിച്ചത്. എന്നിട്ട് പിന്നെ ഞാൻ രണ്ട് സ്ലിറ്റ് ഇട്ട് കൊടുത്തത്. രണ്ടാമത് സ്ലിറ്റ് ഇട്ടതാട്ടോ. എല്ലാം തയ്ച്ച് കഴിഞ്ഞ് ഞാൻ സ്ലിറ്റ് ഇട്ടത്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ വയറിൻ്റെ ഭാഗമായിട്ട് ഇത്തിരി ഒരു ടൈറ്റ് പോലെ, വയറിപ്പോൾ ഇത്തിരി ചാടിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം ഇത്തിരി ടൈറ്റ് പോലെ തോന്നുന്നത്. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ഒരു സ്ലിറ്റ് കൊടുത്തു. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുമ്പോൾ എന്തെങ്കിലും വെച്ച് വരച്ചാലോ, അല്ല പിന്നെ ഒരു തെയ്യം വരയ്ക്കാം. നല്ല തുണി ആദ്യം ഞാൻ ട്രേസ് ചെയ്യാമെന്നൊക്കെ ഓർത്തു. വെള്ളപ്പേപ്പറിലൊക്കെ വരച്ചൊക്കെ വെച്ചു. പക്ഷേ വെള്ളപ്പേപ്പറിൽ വരച്ച നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ട്രേസ് ചെയ്യാൻ പറ്റിയില്ല. ഈ തുണി അത്രയും നല്ല തുണി ആയതുകൊണ്ടായിരിക്കണം ട്രേസിങ് പേപ്പർ ട്രേസ് ആയില്ല. കാർബൺ പേപ്പർ വെച്ചിട്ട് ഒന്നും മണ്ണുണ്ടായില്ല. പിന്നെ ഞാൻ ഗൂഗിളിലൊരു തെയ്യത്തിൻ്റെ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറഞ്ഞ തെയ്യത്തിൻ്റെ ഒരു സംഭവം എടുത്തിട്ട് ഒരു പിക്ചർ എടുത്ത് ഞാൻ അങ്ങോട്ട് നോക്കി. എൻ്റെ ഇഷ്ടം പോലെ മീൻസ് നമ്മൾ സിമ്പിളായിട്ട് വരയ്ക്കില്ലേ, എന്താ പറയുക, ഇങ്ങനെ ഒരു ഒഴുക്കൻ വെറുതെ ഇങ്ങനെ ഒരു പെൻസിൽ കൊണ്ട് പോലും ഞാൻ വരച്ചില്ല. ഞാൻ വെറുതെ അത് നോക്കി അങ്ങനെ വരച്ചങ്ങോട്ട് പോയി. പക്ഷെ കുഴപ്പമില്ലായിരുന്നു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ആ തെയ്യത്തിൻ്റെ മുകൾ ഭാഗമില്ല, അത് ഇത്തിരി സൈഡ് വലിവുണ്ടായിരുന്നു. സൈഡ് വലിഞ്ഞു പോയി. പിന്നെ കൈയുടെ ഓരം ചേർന്നിട്ടാണ് അത് വരച്ചേക്കണത്. മീൻസ് ഷോൾഡറിൻ്റെ സൈഡൊക്കെ ചേർന്ന്. അപ്പോൾ എന്ന് വെച്ചാൽ ഇട്ട് കഴിയുമ്പോൾ ഭാഗം സൈഡിലേക്ക് ഇങ്ങനെ ഇത്തിരി അങ്ങോട്ട് നിൽക്കണ പോലെ തോന്നും. പക്ഷേ സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ വർക്കിംഗ് സ്ഥലത്തും ഞാൻ ഇൻസ്റ്റയിലും ഒക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞത്. ഞാൻ മറ്റേ പാട്ടൊക്കെ ഇട്ട് ബാക്ക്ഗ്രൗണ്ട് കത്തീവനൂർവി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ആ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടൊക്കെ പാടാമെന്നൊക്കെ ഓർത്ത്. പിന്നെ ആലോചിച്ച് വേണ്ട, എന്തിനാ ഉള്ള സബ്സ്ക്രൈബേഴ്സിനെയും കൂടെ വെറുതെ വെറുപ്പിക്കണമെന്ന് ഓർത്ത് അങ്ങനെ ഈ പടം ഞാൻ ഇത്ര സ്പീഡാക്കിയൊക്കെ ചെയ്യുക. കാരണം ഓൾറെഡി ഇത് ഫുള്ള് ചെയ്തിട്ട് പിന്നെ ആരും കണ്ടില്ലെങ്കിലോ എന്ന് ഓർത്തിട്ടാണ്. ഇത് തന്നെ ആരും കാണാൻ ചാൻസ് ഇല്ല. പിന്നെ നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇതിങ്ങനെയൊക്കെ ചെയ്ത് തരുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ. നമ്മളിങ്ങനെ വരച്ചിട്ടുണ്ടല്ലോ, എന്നാൽ ഭാവിയിൽ 10, 70, 60 വയസ്സ് 80 വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് തന്നെ കാണാമല്ലോ ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെന്നൊക്കെ. അങ്ങനെ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബിൽ ഈ വീഡിയോസൊക്കെ ഇടുന്നത്. എനിക്ക് തെയ്യത്തിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ ഒരു ഫ്രണ്ട് കണ്ണൂരുകാരനാണ്. അപ്പോൾ അവൻ്റെ എപ്പോഴും ഞാൻ പറയടാ എനിക്ക് തെയ്യത്തിൻ്റെ ആ വീഡിയോ ഇടിച്ചാണ് ഈ വീഡിയോ. അപ്പോൾ അവൻ കാണുമ്പോൾ അവൻ നാട്ടിൽ പോകുമ്പോഴൊക്കെ, അവൻ ഗൾഫിലാണ്, നാട്ടിൽ പോകുമ്പോഴൊക്കെ ഇങ്ങനെ തെയ്യത്തിൻ്റെ അവൻ എനിക്ക് അയച്ചു തരും.
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തെയ്യത്തിന്. മെയിൻലി കതിവീറിൻ്റെ ആ പാട്ടും അതൊക്കെ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ്. ഞാനിത് വരയ്ക്കുമ്പോൾ കൂടി ആ പാട്ടിങ്ങനെ മനസ്സിലാലോചിച്ച് അങ്ങനെ അങ്ങനെ അതാണ് അത്രയും എനിക്കൊരു ഭയങ്കര ഒരു ഭയങ്കര ഒരു ഫീലാണ് ഈ തെയ്യം എന്നൊക്കെ പറയുമ്പോഴേ. അങ്ങനെ ഒരുമാതിരി തെയ്യത്തിന് ഞാൻ വൈറ്റ് കൊണ്ട് തന്നെ എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ബ്ലാക്ക് ശരിക്കും പറഞ്ഞ് കിട്ടിയില്ല, കാരണം ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയ സമയത്ത് ചേട്ടൻ്റെ മോൾ ആ ബ്ലാക്കൊക്കെ തീർത്തിട്ടുണ്ട്. ബ്ലാക്ക് ഒന്നും കാണാനില്ലായിരുന്നു. പിന്നെ അപ്പം ഞാൻ ഓർത്തുന്ന വൈറ്റ് കൊണ്ട് തന്നെ എല്ലാം ചെയ്യാം. പക്ഷെ വൈറ്റ് കൊണ്ടെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിട്ടോ. അതായത് ആ കളറിൽ അതങ്ങോട്ട് വന്നപ്പോൾ ഭയങ്കര എഫക്റ്റായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ നടന്നു പോകുമ്പോൾ എല്ലാവരും എന്നെ നോക്കുമായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞാനതിട്ടു. ഈ ഗ്ലാസ് ഞാൻ പലതവണ തുടച്ച് വയ്ക്കും. പിള്ളേരെ കൊണ്ടുപോകുമ്പോൾ എത്ര തുടച്ചിട്ടും ഒരു കാര്യമില്ല. അങ്ങനെ ഇത് ലാസ്റ്റ് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ?